ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ നമ്മളിന്നൊരു അട ഉണ്ടാക്കാൻ വേണം. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് രാവിലെയും കഴിക്കാം, വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റാട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, വലിയ മടുപ്പൊന്നും തോന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ആട്ടപ്പൊടി അല്ലെങ്കിൽ മൈദ, നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ അതെടുക്കുക. ഇവിടെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതാ അതിനകത്തോട്ട് ചെറിയ തേങ്ങ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. തേങ്ങ എന്തോരം ഇടുന്നോ അതിന് ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇതാ നമ്മൾ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളി തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിക്കാം. അപ്പോൾ ഇത് സിമ്പിളാട്ടോ, ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല കുഴച്ച് എടുക്കാം. അപ്പോൾ ഇത് കുഴയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്, ഒത്തിരി നേരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം കഴിയും. അപ്പോൾ വിശപ്പ് മാറും. വിശന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരെണ്ണം തന്നെ കഴിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഇതാ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം ഇതിന് ഒരിത്തിരി കൂടുതലായിട്ട് വെള്ളം നിൽക്കണം, അങ്ങനെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. എന്നാൽ ഒത്തിരി ലൂസാകാനും പാടില്ല, ഒത്തിരി കട്ടിയാകാനും പാടില്ല. അതുപോലെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം എന്താ നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒഴിച്ച് നോക്കണം. ഈ ഒരു ഇതിലാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടില്ലേ, വെള്ളം ഒരിത്തിരി മുമ്പിൽ നിൽക്കണം. അതുപോലെ ഇതാ നമ്മളിത് സെറ്റാക്കി. മാവ് നമുക്ക് മാറ്റിയൊന്നും വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെക്കാം. ഇത് നമ്മൾ അപ്പം തന്നെ സെറ്റാക്കി എടുക്കുവാണ്. കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം. ഇതല്ല, ഞെക്കി നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കണം ഇരിക്കണ്ടേ. ഇനി നമ്മളിതാ ദോശക്കല്ല് വെച്ച് അതിൻ്റെ മണ്ടയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതാ ഇതുപോലെ ഇതിങ്ങനെ ഒരു വലിയൊരു ഉരുളയെടുത്ത് വെക്കണം. രണ്ട് കയ്യിൽ വെള്ളം നനച്ച് ഇതുപോലെ പരത്തി കൊടുക്കണം. കണ്ടില്ല, വെള്ളം ഒഴിച്ച് നമ്മൾ കൈ ഇടയ്ക്ക് വെള്ളത്തിൽ മുക്കണം. എന്നിട്ട് പരത്തി കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പുറത്തോട്ട് തിരിച്ചിടാനും പറ്റും. നമുക്ക് എന്തോരം കട്ടി വേണം, ഇച്ചിരി കട്ടിക്കെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇത് ഒരു സൈഡ് സെറ്റ് ആയതുകൊണ്ട് നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മണ്ടയിലെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന കണ്ടില്ലേ. അപ്പം നമുക്കിത് അപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഈ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ സെറ്റ് ആയിക്കോളും. നമ്മൾ തീയൊന്നും കുറച്ചില്ല കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. വേഗമെന്നൊന്നും ഡൗട്ട് വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ഇത് 2 വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിനകത്തോട്ട് മാറ്റാം. അത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മൾ ഒരു 3 ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, അടിപൊളി ടേസ്റ്റായിട്ട് ഒരു മസ്റ്റ് ആയ ഐറ്റം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്ക് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.